അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണെങ്കിൽ അത് നമുക്ക് കൂടെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് മഹാന്മാരുടെ ഖബറിടത്തെ അതിന്റെ പരിസരത്ത് ആഗ്രഹിക്കാം എന്നതിന് ഈ സംഭവത്തിൽ തെളിവുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. ആയിഷത്തു ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ, മഹദി അവർകൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണം ആസന്നമായി കിടക്കുമ്പോൾ മകനെ വിളിക്കുകയാണ്. മകനെ വിളിച്ചിട്ട് പറയുന്നു, യാ അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമറേ, ഇദ്ഹബ് ഇലാ ഉമ്മിൽ മുഅ്മിനീന ആയിഷ, ആയിഷ ബീവിയുടെ സൗദത്തിലേക്ക് പോവണം, ആയിഷ ബീവിയുടെ സൗദത്തിലേക്ക് പോവണം. എന്നിട്ട് ഫഖുൽ യഖറഉ ഉമറുൽ ഖത്താബ് അലൈഹിസ്സലാം, ഉമർ ഖത്താബ് സലാം പറയുന്നുണ്ടെന്ന കാര്യം പറയണം. പിന്നീട് എന്തു ചെയ്യണം? തുമ്മ സൽഹാ, പിന്നെ അവരോട് ചോദിക്കണം, അൻ ഉദ്ഫന മഅ സ്വാഹിബയ്യ, എന്റെ രണ്ട് കൂട്ടുകാരുടെ കൂടെ എന്നെയും മറവ് ചെയ്യാൻ വേണ്ടി അവരോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രണ്ടു പേരുടെ സഹചാരിയായി ജീവിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫയാണ്. മരണമാസന്നമായപ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒന്ന് പോയിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചോദിച്ചു. അപ്പോഴ് മഹദിയായ ആയിഷത്തു ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുൻതു ഉരീദുഹു ലിനഫ്സി ഫലഉഅത്തിറന്നഹു അലാ നഫ്സി, ഞാൻ ആ സ്ഥലം സിദ്ദീഖുൽ അക്ബർ കിടക്കുന്ന സ്ഥലം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ആ സ്ഥലം, അതിന്റെ തൊട്ടടുത്തു തന്നെ ഞാനും കിടക്കണം എന്നാ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഉമറുൽ ഖത്താബിന് വേണ്ടിയിട്ട് ആ സ്ഥലം ഞാൻ മാറ്റിവെക്കുന്നു എന്ന് മഹദിയായ ആയിഷത്തു ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തിനാണ് അത് ആഗ്രഹിച്ചത്? എല്ലാ സ്ഥലവും ഒരുപോലെയല്ലേ, എല്ലാ സ്ഥലത്തും മറമാടമല്ലേ. പക്ഷേ എന്താണ് ആ ഒരു സ്ഥലത്തെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി മഹദിയായ ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചത്? മഹാന്മാർ കിടക്കുന്ന അവരുടെ ഖബറിടം, അവർ മറമാടപ്പെട്ട സ്ഥലം, അത് ബറക്കത്തുള്ള സ്ഥലമാണ്. ആ ബറക്കത്തുള്ള സ്ഥലത്ത് എനിക്കും കിടക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, ഫീഹിൽ ഹിർസു അലാ മുജാവറത്തി സ്വാലിഹീൻ, ഇതിൽ ഒരു തെളിവ് നമുക്കുണ്ട്. മഹാന്മാരുടെ സവിധം, അവരുടെ സന്നിധാനം, അവർ അന്തിയുറങ്ങുന്ന സ്ഥലം, അവിടെ നമ്മൾ ആഗ്രഹിക്കാം. ഫിൽ ഖുബൂരി, അവരുടെ ഖബറുകളിൽ അവർ കിടക്കുമ്പോൾ ആ സ്ഥലത്തെ നമുക്ക് പ്രതീക്ഷ വെക്കാം. എന്തിനു വേണ്ടി? തമഅൻ ഫീ ഇസാബത്തിർ റഹ്മത്തി ഇദാ നസലത് അലൈഹിം, അവരിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണെങ്കിൽ അത് നമുക്ക് കൂടെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് മഹാന്മാരുടെ ഖബറിടത്തെ അതിന്റെ പരിസരത്ത് ആഗ്രഹിക്കാം എന്നതിന് ഈ സംഭവത്തിൽ തെളിവുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരുടെ മഖ്ബറകളിലേക്ക് സിയാറത്തിന് പോകുന്നത്, മഹാന്മാരുടെ സവിധത്തിലേക്ക് പോകുന്നത് ഈ വിഷയത്തിലാണ്.